എല്ലാവർക്കും നമസ്കാരം. പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എളുപ്പത്തിൽ നല്ല കട്ടിയിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുക്കർ എടുക്കാം. കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഓരോ നാട്ടിലും പരിപ്പ് കറി വെക്കുന്നത് പലതരം പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ പരിപ്പ് കറിക്ക് എടുക്കുന്ന പരിപ്പ്, ആ പരിപ്പ് എടുക്കാം. 1 പച്ചമുളക് 2 നെടുവേ കീറി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലടിച്ച് പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നല്ലതുപോലെ തന്നെ പരിപ്പ് വെന്ത് കിട്ടണം. ഈ സമയത്ത് പരിപ്പിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി ഒരു ബൗളിൽ തേങ്ങ അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 2-3 കറിവേപ്പില, തണ്ടല്ല, ഇലയോട് കൂടി 2-3 ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോഴേക്കും വെള്ളം എല്ലാം വറ്റിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങ അരച്ചെടുത്തത്. ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തത് കൊണ്ട് തന്നെ തേങ്ങ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ടാവണം. ഇതേ മിക്സി ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നല്ല ചൂടാക്കി എടുക്കണം. ആ അരപ്പിൻ്റെ കുത്തൊക്കെ നന്നായിട്ട് പോയി പരിപ്പും അരപ്പും തമ്മിൽ നന്നായി ഒന്ന് മിക്സായി വരണം. ചൂടാക്കി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്ക് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളക് എടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി നല്ലതുപോലെ താളിച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.